ഗുഡ് മോർണിംഗ്. എല്ലാവരും കണ്ടോ, ഡാലസ് അങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുവാണ്. മരത്തിൻ്റെ ഒക്കെ മുകളിലോട്ടൊക്കെ നോക്കി എല്ലായിടത്തും മഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഇവിടെ നോക്കുമ്പം എന്തായാലും നമ്മുടെ പച്ചമുളക് സർവൈവ് ചെയ്ത് നിൽക്കുവാണ്. നോക്കട്ടെ, ഇത് മഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് രക്ഷപ്പെടുമോയെന്ന്. പച്ചമുളക് ഇവിടെ ഇങ്ങനെ സർവൈവ് ചെയ്ത് നിൽപ്പുണ്ട്. സർവൈവ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇലയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഫ്രീസറിനകത്ത് ഒരില വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. ഇത് നമ്മുടെ പെർസിമൺ ട്രീ കണ്ടോ, അതിൻ്റെ ചില്ലകളിലൊക്കെ ഇലയ്ക്ക് പകരം ഐസാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബെയിലി എന്തൊക്കെയോ തപ്പുവാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എഴുന്നേറ്റ് അവൻ കുറേ ഒന്ന് ഓടി നടന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതിങ്ങോട്ട് തണുത്ത് വന്നു കഴിയുമ്പോൾ ചെറിയ നോക്ക് അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ താഴോട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാർബിക്യൂ ചെയ്യുന്ന അതിൻ്റെ മണ്ടയ്ക്കെല്ലാം ഐസാണ്. നമ്മുടെ ട്രാഷ് ക്യാൻ്റെ മണ്ട, അതുപോലെ തറയിലൊക്കെ എനിക്ക് തോന്നുന്നൊരു 2-3 ഇഞ്ചിൽ ഇപ്പം കിടപ്പുണ്ട്. ബെയിലി ഈസ് ഹാവിങ് എ ഗുഡ് ടൈം. അവൻ അതുവഴി എല്ലാം ഓടി നടക്കുക. അവന് തണുപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. എല്ലായിടം ഓടി അവനെല്ലാം ചെന്ന് നോക്കുക എല്ലായിടം ഓക്കെ ആണോ എന്ന്. നമ്മുടെ പോണ്ടിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ ഫ്രീസായേ. സാധാരണ എല്ലാ വർഷവും അങ്ങനെ തണുപ്പ് വരുമ്പോൾ അങ്ങനെയാണ്, വെള്ളം അങ്ങ് ഫ്രീസാകും. പക്ഷെ അതിനടിയിൽ ഫിഷൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കും. നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഐസ് പൊട്ടിച്ചിട്ട് ഫിഷിനെ നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ ഫിഷൊന്നും അങ്ങനെ തണുപ്പത്ത് ചത്തുപോയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വെള്ളമൊക്കെ ഇത് മഴവെള്ളം പിടിച്ചു വെക്കാറുണ്ട്. അതായത് മഴവെള്ളം എല്ലാം ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ എല്ലാം നമ്മുടെ ചെടിച്ചട്ടിയും ഇവിടെ എല്ലാം, അതുപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തിരിക്കുവാണ്. സാധാരണ അതെടുത്ത് കഴിയുമ്പം കുഴപ്പമില്ലാതെ സർവൈവ് ആകുന്നതാണ്. അങ്ങനെ ഡാലസ് ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നു. പിന്നെ എന്താ പറഞ്ഞാലും ഓണം വന്നാലും വിഷു വന്നാലും കുട്ടൻ എപ്പോഴും കുമ്പിളിലാണ് ചോറെന്ന് പറഞ്ഞ പോലെ, എന്തോരം തണുപ്പുണ്ടെങ്കിലും ഐസാണെങ്കിലും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ജോലിക്ക് പോകാനായിട്ട് റെഡിയാകുവാണ്. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവൻ്റെ ബെയിലി അവൻ്റെ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകളെന്നൊക്കെ പയ്യെ കാണിച്ചു തരാം. ഓക്കെ.